ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? യഥാർത്ഥമായിട്ട് ഒരു സ്ത്രീ പീഡന കേസ് അനുഭവിച്ച ആർക്കെങ്കിലും ഒരു കേസ് കൊടുക്കാൻ പറ്റുമോ? ഇന്നിപ്പോ ഒരുപാട് സിനിമാ നടന്മാർക്കെതിരെ കേസുകൾ വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ FIR ഉള്ള ഒരു സിനിമാ നടന്റെയും ഒരു സിനിമയും OTT എടുക്കൂല. അതാണ് ഏറ്റവും വലിയ ഫാക്ട്. അപ്പൊ ഒരുപാട് നടന്മാർക്കെതിരെ ഫേക്ക് കേസുകൾ വന്നിട്ടുണ്ട്, റിയലും വന്നിട്ടുണ്ട്. പക്ഷെ ഫേക്കാണ് കൂടുതൽ. അതിന്റെയൊക്കെ ഏറ്റവും വലിയ കളികൾ എന്ന് വെച്ചാൽ ഇനി കുറച്ച് ആൾക്കാർ ഒതുക്കി അവിടെ ഇടണം. അപ്പൊ അവരുടെ സിനിമകൾ എന്താവും, തിയേറ്റർ റിലീസായ ഒരുപാട് സിനിമകൾ OTT റിലീസ് ആവാനായിട്ട് അതൊക്കെ ഇപ്പൊ ബ്ലോക്കായി കിടക്കുക. അപ്പൊ ആ നടന്മാർ ഇനി അവിടെ ലോക്കാണ്. ഇനി അവർ ലോക്ക് മാറുന്നുണ്ടെങ്കിൽ ഈ കേസ് കഴിയണം. ഈ കേസ് കഴിക്കാൻ ഇവര് നഷ്ടപരിഹാരമായിട്ട് ഇവരെ പിന്നാലെ നടക്കേണ്ടി വരും. അതാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഇതൊക്കെ നമുക്ക് തെളിയിക്കണം. ഇപ്പൊ ഈ ഇത്രയും കേസുകൾ വന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ പറയാം, ഇപ്പൊ ഇവരെല്ലാം ഉണ്ടാവുന്ന കേസുകൾ ഒരു 5-6 സിനിമ നടന്മാർക്കെതിരെ കേസ് വന്നിട്ടുള്ളൂ. ഇത് തെളിയിക്കാൻ കേരള പോലീസിന് പറ്റിയ അത് അത്രയും വലിയൊരു വിജയം. കാരണം എന്താ വെച്ചാൽ ഇന്ന് യഥാർത്ഥമായ ഒരു സ്ത്രീ പീഡനം ഈ സിനിമാ ഫീൽഡിലോ മറ്റേത് മേഖലയിലും അനുഭവിച്ച ഒരാൾക്കും പറയാൻ പറ്റൂല. കാരണം കേസ് കൊടുത്തതിന് എല്ലാവരും പറയും ഫേക്കാണ്.